Plus 1 Mathematics class, miscellaneous exercise on chapter 1, page 27. അതിലെ 14th question ആണ്. In a group of students, 100 students know Hindi, 50 know English and 25 know both. Each of the students know either Hindi or English. How many students are there in the group? അപ്പോൾ ഇവിടെ 100 സ്റ്റുഡൻസ് ഹിന്ദി അറിയാവുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം 100. അപ്പോൾ എൻ ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു 100. ഇംഗ്ലീഷ് അറിയാവുന്നത് എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 50. രണ്ടും അറിയാവുന്നത് എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഈസ് ഈക്വൽ ടു 25. ഇനി എല്ലാ കുട്ടികൾക്കും ഒന്നുകിൽ ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാം. രണ്ടും അറിയാവുന്നവരുണ്ട്, ഹിന്ദിയോ ഇംഗ്ലീഷോ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അറിയാവുന്നവരുണ്ട്. അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് എത്രയുണ്ട് എന്നറിയാനായിട്ട് എൻ ഓഫ് എച്ച് യൂണിയൻ ഇ കണ്ടാൽ മതി. എൻ ഓഫ് എച്ച് യൂണിയൻ ഇ എന്ന് പറയുമ്പോൾ എൻ ഓഫ് എച്ച് പ്ലസ് എൻ ഓഫ് ഇ മൈനസ് എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഇ, അതായത് 100 പ്ലസ് 50 മൈനസ് 25, 125. Number 15. In a survey of 60 people, it was found that 25 people read newspaper H and 26 read newspaper T, 26 read newspaper I, 9 read both H and I, 11 read both H and T, 8 read both T and I, 3 read all the newspapers. Find the number of people who read at least one of the newspapers. The number of people who read exactly one newspaper. അപ്പോൾ ഒരു ന്യൂസ് പേപ്പറെങ്കിലും വായിക്കുന്നവർ. അപ്പോൾ നമുക്ക് ആദ്യം എൻ ഓഫ് 25 റീഡ് ന്യൂസ് പേപ്പർ എച്ച്, എൻ ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു 25, എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു 26, 25 people read newspaper H, 26 read newspaper T, 26 read newspaper I. N of I also equal to 26. Then both H and T, H ഉം Tയും Hഉം Iയും റീഡ് ചെയ്യുന്നത് H ഇൻ്റർസെക്ഷൻ I, അത് 9. H ആൻഡ് T, H ഇൻ്റർസെക്ഷൻ T, H ഇൻ്റർസെക്ഷൻ T എന്ന് പറയുമ്പോൾ രണ്ടും 11. പിന്നെ എച്ച് ആൻഡ് ഐ, ടി ആൻഡ് ഐ, എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ ഐ ഈസ് ഈക്വൽ ടു 8. 3 റീഡ് ഓൾ, അപ്പോൾ എല്ലാം എച്ച് ഇൻ്റർസെക്ഷൻ ടി ഇൻ്റർസെക്ഷൻ ഐ ഈസ് ഈക്വൽ ടു 3. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ ഹ്യൂ റീഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ന്യൂസ് പേപ്പർ, ഒരെണ്ണെങ്കിലും വായിക്കുന്നവർ. അപ്പോൾ എല്ലാത്തിൻ്റെ യൂണിയൻ എൻ ഓഫ് എച്ച് യൂണിയൻ ടി യൂണിയൻ ഐ ഇസ് ഈക്വൽ ടു എൻ ഓഫ് എച്ച് പ്ലസ് എൻ ഓഫ് ടി പ്ലസ് എൻ ഓഫ് ഐ മൈനസ് രണ്ടെണ്ണം മീതുള്ള ഇൻ്റർസെക്ഷൻ അത് സബ്ട്രാക്ട് ചെയ്യണം. മൈനസ് എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ടി മൈനസ് എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ ഐ മൈനസ് എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഐ പ്ലസ് എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ടി ഇൻ്റർസെക്ഷൻ ഐ. അതായത് എൻ ഓഫ് എച്ച് എന്ന് പറയുമ്പോൾ 25 പ്ലസ് 26 പ്ലസ് 26 മൈനസ് 9, എച്ച് ഇൻ്റർസെക്ഷൻ ഐ 9 മൈനസ് ടി ഇൻ്റർസെക്ഷൻ ഐ എന്ന് പറയുമ്പോൾ 8, എച്ച് ഇൻ്റർസെക്ഷൻ ടി, എച്ച് ഇൻ്റർസെക്ഷൻ ടി എന്ന് പറയുന്നത് 11, എച്ച് ഇൻ്റർസെക്ഷൻ ടി 11. ഇവിടെ മാറി എഴുതി എച്ച് ഇൻ്റർസെക്ഷൻ ടി ആണ് 11, എച്ച് ഇൻ്റർസെക്ഷൻ ടി 11. അപ്പോൾ ഇവിടെയാണ് 11 വരേണ്ടത്. -8, ഇവിടെ -9, പിന്നെ എല്ലാത്തിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ 3, 11 -8 -9. ഇപ്പോൾ 25 26 പ്ലസ് 26 52 പ്ലസ് 25 എന്ന് പറയുമ്പോൾ 77 പ്ലസ് 3 80. പിന്നെ സബ്ട്രാക്ട് ചെയ്യേണ്ടത് 11 8 19 പ്ലസ് 9 28, 80ൽ നിന്ന് 28 വരുമ്പോൾ 52 എന്ന ആൻസർ കിട്ടുന്നു. 52. ദ നമ്പർ ഓഫ് പീപ്പിൾ ഹൂ റീഡ് എക്സാക്ട്ലി വൺ ന്യൂസ് പേപ്പർ, ഒരു ന്യൂസ് പേപ്പർ മാത്രം വായിക്കുന്നവർ. അപ്പോൾ ഇവിടെ നമുക്ക് വെൻ ഡയഗ്രം വരയ്ക്കാം. അപ്പോൾ ഇവിടെ എച്ച് മൂന്നിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് 3 പേരാണ്.
3 പേരാണ് 3 വായിക്കുന്നത്. അപ്പം ബാക്കി എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഐ എന്ന് പറയുന്നത് 9 ആണ്. എച്ചിൻ്റെയും ഐയുടെയും കൂടെ ഇൻ്റർസെക്ഷൻ 9 ആണ്. അപ്പോൾ അതിൽ 3 പേര് ഇവിടെ കോമണിലേക്ക് പോയി, ബാക്കി 6 പേരാണ്. എച്ച് ഇൻ്റർസെക്ഷൻ ഐ മൊത്തം 9. ഇനി എച്ച് ഇൻ്റർസെക്ഷൻ ടി എന്ന് പറയുന്നത് 11 ആണ്. എച്ച് ഇൻ്റർസെക്ഷൻ ടി 11 ആണ്. അതിൽ 3 പേര് 3ൻ്റെയും കൂടെ കോമണിലെടുത്ത് പോയി, ബാക്കി 8 പേര്. ഇനി ടി ഇൻ്റർസെക്ഷൻ ഐ എന്ന് പറയുന്നത് 8 പേരാണ്. 3 ഇവിടെ എടുത്തു, ബാക്കി 5. അപ്പോൾ ഇനി എൻ ഓഫ് എച്ച് എന്ന് പറയുന്നത് 25 പേരാണ്. 25 പേരിൽ 8 3 11 6 17 പേര് ഇവിടെ പോയി, ബാക്കി 8 പേരെ ഇവിടെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ എൻ ഓഫ് ടി എന്ന് പറയുന്നത് 26 പേരാണ്. 8 3 11 16 പോയിട്ട് ബാക്കി 10 പേരെ ഇവിടെ വരുന്നുള്ളൂ. അതുപോലെ എൻ ഓഫ് ഐ എന്ന് പറയുന്നത് 26 പേര്. 6 3 9 5 14 പോയിട്ട് ബാക്കി 12 പേര്. അപ്പോൾ എച്ച് മാത്രം വായിക്കുന്നവർ 8 പേര്, ടി മാത്രം വായിക്കുന്ന 10 പേര്, ഐ മാത്രം വായിക്കുന്ന 12 പേര്. അപ്പോൾ 12 10 22 8 30 പേരാണ് ഏതെങ്കിലും ഒരെണ്ണം മാത്രം വായിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. എൻ ഓഫ് number of people who read exactly one newspaper is equal to number of people who read exactly one newspaper is equal to 8 plus 10 plus 12, that is 30. Number 60. In a survey, it was found that 21 people liked product A, 26 liked product B, and 29 liked product C. If 14 people liked products A and B, 12 people liked the products C and A, 14 people liked the products B and C, and 8 liked all the 3 products, found how many liked the product C only. അപ്പോൾ ഇത് വെൻ ഡയഗ്രം വരച്ച് ചെയ്യാം. അതായത് 21 പേർക്ക് എ എന്ന പ്രോഡക്റ്റ്, 26 പേർക്ക് ബി, 29 പേർക്ക് സി എന്ന പ്രോഡക്റ്റ് ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിൽ 14 പേർക്ക് എയും ബിയും ഇഷ്ടമാണ്, 12 പേർക്ക് സിയും എയും, 14 പേർക്ക് ബിയും സിയും, 8 പേർക്ക് 3 എണ്ണവും ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ സി മാത്രം ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം. പ്രോഡക്ട്സ് എ ബി സി 3 ഇഷ്ടപ്പെട്ടവരുടെ എണ്ണം 8 ആണ്. 3 കോമൺ ആയിട്ട് വരുന്നത് 8 പേര്. ഇനി 21 ലൈക്ഡ് പ്രോഡക്ട്സ് എ, 26 14 പീപ്പിൾ ലൈക്ഡ് എ ആൻഡ് ബി. എയും ബിയും ഇഷ്ടമുള്ളത് 14 പേര്. അപ്പോൾ 8 ഇവിടെ എടുത്തു, ബാക്കി 6. ഇനി 12 പീപ്പിൾ ലൈക്സ് പ്രോഡക്റ്റ് സി ആൻഡ് എ. സിയും എയും ഉള്ളത് 12 പേര്. അതിൽ 8 എടുത്തുകൊണ്ട് ബാക്കി 4 ഇവിടെ. 8 ലൈക്ഡ് ഓൾ ദി 3 14 പീപ്പിൾ ലൈക്ഡ് ബി ആൻഡ് സി. 14 പേർക്ക് ബിയും സിയും ഇഷ്ടമാണ്, 8 എടുത്തു, ബാക്കി 6. ഇനി സി മാത്രം ഇഷ്ടപ്പെടുന്നത് സി ടോട്ടൽ 29 പീപ്പിൾ ലൈക്ഡ് പ്രോഡക്റ്റ് സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ കോമൺ ആയിട്ടുള്ളതൊക്കെ റിമൂവ് ചെയ്താൽ മതി. നമ്പർ ഓഫ് പീപ്പിൾ who liked സി only, സി മാത്രം ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം. അതായത് ടോട്ടൽ എൻ ഓഫ് സി എന്ന് പറയുന്നത് എൻ ഓഫ് സി മൈനസ് 6 പ്ലസ് 8 പ്ലസ് 4. എൻ ഓഫ് സി എന്ന് പറയുന്നത് 29 ആണ്. എൻ ഓഫ് സി 29 മൈനസ് 18 11. പഠിച്ചതിൻ്റെ സമ്മറി. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അതായത് വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കളുടെ കൂട്ടമാണ് സെറ്റ്. എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലിമെൻറ്റ് ഈസ് കോൾഡ് എം ഡി സെറ്റ്. എലിമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റാണ് എം ഡി സെറ്റ്. എ സെറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഈസ് കോൾഡ് ഫൈനൈറ്റ് സെറ്റ്. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് എം ഡി ഇൻഫിനിറ്റ് സെറ്റ്. അതായത് സെറ്റിലെ എലിമെൻറ്റ്സിൻ്റെ എണ്ണം ഡെഫിനിറ്റ് ആണെങ്കിൽ അത് ഫൈനൈറ്റ് സെറ്റും, അല്ലാത്ത പക്ഷം ഇൻഫിനിറ്റ് സെറ്റുമാണ്. 2 സെറ്റ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഈക്വൽ ഇഫ് ദേ ഹാവ് എക്സാക്ട്ലി ദ സെയിം എലമെൻറ്റ്സ്. 2 സെറ്റ്സ് തുല്യമാകണമെങ്കിൽ അവരുടെ എലമെൻറ്റ്സ് എല്ലാം സെയിം ആയിരിക്കണം.
A set A is said to be subset of A, B if every element of A is also an element of B. അതായത് എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ എയിലെ എല്ലാ എലമെൻസും ബിയിലുണ്ടായിരിക്കണം. ഇൻ്റർവൽസ് ആർ സബ്സെറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ആർ. ഇൻ്റർവൽസ് എന്ന് പറയുമ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ്സ് ആണ്. A power set of a set A is the collection of all subsets of A. It is denoted by P of A. Power set of A എന്ന് പറയുമ്പോൾ എയുടെ സബ്സെറ്റ്സിൻ്റെ കളക്ഷനാണ്. P of A എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. The union of two sets A and B is the set of all those elements in A or in B. അതായത് എയിലും ബിയിലും വിച്ച് ആർ ഇൻ എ ഓർ ഇൻ ബി ഉള്ള എല്ലാ എലമെൻസിൻ്റെയും ഇതാണ് യൂണിയൻ എന്ന് പറയുന്നത്. ദ ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെൻറ്റ്സ് വിച്ച് ആർ കോമൺ. ദ ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഈസ് ഇൻ ദിസ് ഓർഡർ ഈസ് ദി സെറ്റ് വിച്ച് ബിലോങ്ങിങ് ടു എ ബട്ട് നോട്ട് ടു ബി. അതായത് ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടിലും കോമൺ ഉള്ളത് എ ആൻഡ് ബി, അവയുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എയിലുള്ളതും ബിയിലില്ലാത്തതും. ദ കോംപ്ലിമെൻറ്റ് ഓഫ് എ സബ്സെറ്റ് എ ഓഫ് എ യൂണിവേഴ്സൽ സെറ്റ് യു ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് വിച്ച് ആർ ഇൻ യു ബട്ട് നോട്ട് ഇൻ എ. അതായത് എ എന്ന ഒരു സെറ്റ് യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ എയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പം യുവിലുള്ളതും എയിലില്ലാത്തതും. ഫോർ എനി ടു സെറ്റ്സ് എ ആൻഡ് ബി, എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. If A and B are finite sets such that A intersection B is equal to null set, then n of A union B is equal to n of A plus n of B. അതായത് ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആകുമ്പോൾ n of A union B is equal to n of A plus n of B മതി. കാരണം മൈനസ് n of A ഇൻ്റർസെക്ഷൻ ബിയിൽ നൾ സെറ്റ് ആയതുകൊണ്ട് അവിടെ 0 വരില്ല. If A intersection B not equal to 5, അതായത് നൾ സെറ്റ് അല്ലാത്ത കേസിൽ n of A union B is equal to n of A plus n of B minus n of A intersection.